ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുത്തവർ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. KTU 2019 സ്കീം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വർഷം തൊട്ടിട്ട് KTU 2024 സ്കീമാണ് വരുന്നത്. സോ ആ സ്കീമിൻ്റെ ഇതുവരെ KTU റിലീസ് ചെയ്തിട്ടില്ല. അത് റിലീസ് ചെയ്ത് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലാറ്ററൽ എൻട്രി ആണെങ്കിൽ നിങ്ങൾക്ക് KTU 2019 സ്കീം തന്നെയാണ് വരുന്നത്. KTU 2024 സ്കീം വരുന്നത് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്കായിരിക്കും. സോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത് ലീനിയർ അൽജിബ്ര ആൻഡ് കാൽക്കുലസ്, മാത്സ് ആണ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലൈഫ് സ്കില്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാബും പിന്നെ സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പുമാണ്. സോ ഇത്രയുമാണ് ഫസ്റ്റ് സെമ്മ് പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ ലൈഫ് സ്കില്ലിന് ക്രെഡിറ്റ് ഇല്ല. ബാക്കി എല്ലാ സബ്ജക്റ്റിനും 3, 4 ക്രെഡിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രേഡ് വരുന്നത് S, A+, A, B+, B അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഫെയിലുണ്ട്, ഫെയിൽ നോട്ട് എലിജിബിൾ, അതായത് FU ഉണ്ട്. ഫെയിലാണെങ്കിൽ നമ്മൾക്ക് 40 മാർക്ക് മിനിമം ഇല്ലെങ്കിൽ നമ്മൾ ഫെയിലായിരിക്കും. അത് ഇൻറ്റേർണൽ കുറവാണെങ്കിൽ ലോ പാസ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേഡും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി എക്സാം എഴുതാൻ പറ്റില്ല, അതായത് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് കാരണം എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് FE ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സെമ്മിൽ പറയാനുള്ളത്. സെക്കൻഡ് സെമ്മിൽ വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ്, പിന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, പ്രോഗ്രാമിംഗ് ഇൻ C, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ലാബും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക്ഷോപ്പുമാണ് വരുന്നത്. ഇതിൽ ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ബാക്കി ഈ പ്രോഗ്രാമിംഗ് ഇൻ സിക്കൊക്കെ ഇൻറ്റേർണൽ എക്സാമിൽ ലാബ് വരുന്നുണ്ട്, എക്സ്റ്റേണൽ പേപ്പർ റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒക്കത്തിനും ക്രെഡിറ്റ് ഉള്ളത് തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഇയർ സെം 3 വരുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, ലോജിക് സർക്യൂട്ട്സ്, നെറ്റ്വർക്ക് തിയറി, ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ലാബ്, ലോജിക് ഡിസൈൻ ലാബ്. സോ ഇത്രയാണ് S3 വരുന്നത്. സോ ഇതിൽ തന്നെ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിങ്ങിന് ക്രെഡിറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ സസ്റ്റൈനബിളിനൊക്കെ 1, 2 ആണ് ക്രെഡിറ്റ് വരുന്നത്. ബാക്കി 4 സബ്ജക്റ്റിലെ മാത്സും സോളിഡ് സ്റ്റേറ്റ് ഡിവൈസും ലോജിക് സർക്യൂട്ട് ഡിസൈനും നെറ്റ്വർക്ക് തിയറിയും, ഇത് 4 ആണ് കോർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ് കോർ സബ്ജക്റ്റ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ കോർ സബ്ജക്ട്സ് ഒന്നുമില്ല. പിന്നെ S4 വരുന്നത് പ്രോബബിലിറ്റി, റാൻഡം പ്രോസസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്, അനലോഗ് സർക്യൂട്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ. പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് വരുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് രണ്ടും കോർ അല്ലാത്ത സബ്ജക്ട്സ് ആണ്. അതിൽ തന്നെ ക്രെഡിറ്റ് ഇല്ലാത്തതാണ് എത്തിക്സ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ്റെ ഭരണഘടന പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ അനലോഗ് സർക്യൂട്ട് ആൻഡ് സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലാബുണ്ട്, മൈക്രോ കൺട്രോളർ ലാബും ഉണ്ട്. പിന്നെ ഹോണറും മൈനറും ഉണ്ട്. അതായത് മൈനർ S3 തുടങ്ങുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് അല്ലാതെ പുറമെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ മൈനർ എന്ന് പറയുന്നത്. മൈനർ എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. പക്ഷേ മൈനർ എടുത്താലും മൈനറിൽ സപ്ലി ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് മൈനർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സപ്ലി വന്നാൽ അത് അപ്പോൾ തന്നെ ഡ്രോപ്പ് ആയിപ്പോവും. ഇനി ഹോണറാണ്. ഹോണർ S4 എടുക്കുന്നത്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ, അതായത് ECയിൽ തന്നെ കുറച്ചും കൂടി ഹയർ ആയിട്ട് പഠിക്കുന്നതിനാണ് ഹോണേഴ്സ് എടുക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 8.5 എബവ് അങ്ങനെ CGPA വേണം. പിന്നെ സപ്ലി ഉണ്ടാവാൻ പാടില്ല, ഒരു സപ്ലി ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഈ ഹോണേഴ്സ് സപ്ലി വന്നാലും ഡ്രോപ്പ് ആയിപ്പോവും. അതല്ലാണ്ട് ഹോണേഴ്സ് അല്ലാതെ ഏതെങ്കിലും സബ്ജക്റ്റിൽ സപ്ലി വന്നാലും ഈ ഹോണർ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത്രയാണ് ഈ ഹോണേഴ്സും മൈനറിനെയും പറ്റിയുള്ളത്. പിന്നെ ഇത് എടുക്കൽ നിർബന്ധമില്ല, എടുത്താൽ നല്ലതാണ്, പക്ഷെ എടുത്തില്ലെങ്കിൽ പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു സബ്ജക്ട്സ് ആണ് ഇത്. പിന്നെ തേർഡ് ഇയറിൽ S5 വരുന്നത് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ സിസ്റ്റം, പിന്നെ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും. സോ എക്കണോമിക്സും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എന്താ പറയുക കോർ സബ്ജക്റ്റ് അല്ല. അതിൽ തന്നെ ക്രെഡിറ്റ് ഇല്ലാത്തത് ഡിസാസ്റ്ററിനാണ്. IFT അതായത് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡിന് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ സപ്ലി അടിക്കാൻ ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്.
ഓക്കെ, അത് നല്ലോണം പഠിക്കണം. പിന്നെ അനലോഗ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആൻഡ് സിമുലേഷൻ ലാബും ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ലാബും ഉണ്ട്. സോ ഇത്രയാണ് S5 വരുന്നത്. പിന്നെ മൈനർ ഉണ്ടെങ്കിൽ മൈനറും ഹോണർ ഉണ്ടെങ്കിൽ ഹോണറും. നിങ്ങൾക്ക് മൈനറും ഹോണറും ഒന്നിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. മൈനർ ഉള്ളവർക്ക് ഹോണർ എടുക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം എടുക്കാവുന്നതാണ്. പക്ഷേ കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ S6 വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഉണ്ട്, VISI സർക്യൂട്ട് ഡിസൈൻ ഉണ്ട്, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ് ഉണ്ട്. പിന്നെ ഇലക്ടീവ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ തന്നെ നമ്മളെ സബ്ജക്ട്സ് തന്നെ ഒന്നിനെ കുറച്ചും കൂടി ഹയർ ആയിട്ട് പഠിക്കുന്നതാണ് ഇലക്ടീവ്. അത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് പഠിക്കണമെന്ന്. പിന്നെ മാനേജ്മെൻറ്റ് ഫോർ എഞ്ചിനീയർ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ഉണ്ട്, അതായത് CCW. നമ്മൾ ഇത്രയും S5 വരെ പഠിച്ചിട്ടുള്ള നമ്മുടെ കോർ സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഇൻറ്റേർണൽ വലിയ അത്യാവശ്യമൊന്നുമില്ല, പക്ഷേ എക്സ്റ്റേണൽ ഉണ്ടാകും. എക്സ്റ്റേണൽ പാസ്സാവില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. 50 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ആ 50 ക്വസ്റ്റ്യൻസിൽ MCQ തന്നെ ഉണ്ടാവുള്ളൂ. 25 ക്വസ്റ്റ്യൻസ് കറക്റ്റായാലേ നമ്മൾ പാസ്സാവുള്ളൂ. സോ അത് കറക്റ്റായിരിക്കണം. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ലാബുണ്ട്, ഒരു മിനി പ്രോജക്റ്റും ഉണ്ട്. സോ S6 തന്നെ നിങ്ങൾക്കൊരു മിനി പ്രോജക്റ്റും വരുന്നുണ്ട്. പിന്നെ ഹോണർ ഉണ്ടെങ്കിൽ ഹോണറും, മൈനർ ഉണ്ടെങ്കിൽ മൈനറും പഠിക്കാവുന്നതാണ്. പിന്നെ 4th ഇയർ ആണ്. 4th ഇയറിൽ S7 വയർലെസ് കമ്മ്യൂണിക്കേഷന് ഇലക്ടീവ് 2 ഓപ്പൺ ഇലക്ടീവ് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ ഓപ്പൺ ഇലക്ടീവ് എന്ന് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠിക്കുന്നതാണ്. ഇലക്ടീവ് 2 എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പഠിക്കലാണ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ലാബും ഉണ്ട്. പിന്നെ സെമിനാറും പിന്നെ ഒരു പ്രോജക്റ്റ് ഫേസ് 1 ആണ് വരുന്നത്. S8 വന്നിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, ഇലക്ടീവ് 3, ഇലക്ടീവ് 4, ഇലക്ടീവ് 5 ഉണ്ട്. പിന്നെ കോംപ്രിഹെൻസീവ് വൈവ വോസ് ഉണ്ട്. അതായത് ഇത്രയും പഠിച്ചിട്ടുള്ളതിന് ഒന്നും കൂടി ഈ CCW പോലത്തെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇതും വരുന്നത്. പിന്നെ പ്രോജക്റ്റ് ഫേസ് 2. പിന്നെ മൈനർ ഉണ്ടെങ്കിൽ മൈനർ, ഹോണർ ഉണ്ടെങ്കിൽ ഹോണർ എടുക്കാം. സോ ഇത്രയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തവർക്ക് പഠിക്കാനുള്ളത്. സോ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു, കമൻ്റ് ആയിരുന്നു ECൻ്റെ സബ്ജക്റ്റ്. ECക്ക് എന്തൊക്കെ സിലബസ് ആണ്, ECൻ്റെ എന്തൊക്കെയാണെന്ന് പറയാൻ. സോ ഇതാണ് ECക്ക് പഠിക്കാനുള്ളത്. ഇത് 2019 സ്കീമാണ് കേട്ടോ. 24 സ്കീം വന്ന് അത് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ലാറ്ററൽ എൻട്രിക്കാർക്ക് ഇതായിരിക്കും പഠിക്കാനുണ്ടാവുക. 2024 കയറുന്നവർക്ക് ഇതായിരിക്കില്ല, ചെറിയൊരു ചേഞ്ചസ് എന്തായാലും ഉണ്ടാകും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്